കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പതാക ദിനവും സ്ഥാപക ദിനാചരണവും ആലത്തൂരിൽ നടത്തി. KGOA വജ്രജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ 60 കേന്ദ്രങ്ങളിലാണ് പതാക ദിനവും സ്ഥാപക ദിനാചരണവും സംഘടിപ്പിച്ചത്. KGOA ആലത്തൂർ ഏരിയയിൽ സിവിൽ സ്റ്റേഷന് മുന്നിലും പഞ്ചായത്തിന് മുന്നിലും പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, ഒരു സാവകാശം വേണമെന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സാവകാശവും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള താഴേക്കിടയിൽ നിന്നും വലിയ രീതിയിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ കടമുണ്ടായിരുന്നത് 39% ഇപ്പോൾ 35% കുറയ്ക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലാകെ പരിശോധിക്കുകയാണെങ്കിൽ, ദേശീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കടങ്ങൾ കുറവുള്ള ഏറ്റവും കുറഞ്ഞ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കടം ഏറ്റവും കൂടുതലുള്ള 5 സംസ്ഥാനങ്ങളിൽ കേരളം വരുന്നില്ല, അതിൻ്റെ താഴെയാണ് വരുന്നത്. എന്നാൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ്. ഇവിടുത്തെ ഖജനാവ് കാലിയാണ്, ഇവിടെ വലിയ രീതിയിലുള്ള ദുരിതടിച്ചുകൊണ്ട് ഇവിടുത്തെ ഖജനാവിനെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ വരികയാണ്. നമുക്കറിയാം, 47,000 കോടിയോളം രൂപ GST ഇനത്തിൽ ഇവിടെ വരുമാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ GST അല്ല, പൊതുവിൽ ഒരു വരുമാനം ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ഇപ്പോൾ 1 ലക്ഷം കോടിയോളം രൂപ വാർഷികമായിട്ട് തനത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് H. ഷെരീഫ്, J. ബീന എന്നിവർ പങ്കെടുത്തു. മെയ് 23 മുതൽ 26 വരെയാണ് KGOA വജ്രജൂബിലി സമ്മേളനം നടക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.